ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ വിശദമായി. മധ്യ കേരളത്തിലെ പ്രശസ്തമായ ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും വിലയിരുത്തി വടക്കാഞ്ചേരിയിൽ ആലോചനാ യോഗം ചേർന്നു. MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിലാണ് യോഗം നടന്നത്. വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ്, ഗതാഗത ക്രമീകരണം തുടങ്ങി പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ വകുപ്പുകൾക്ക് MLA നിർദ്ദേശം നൽകി. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ പൂരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉത്രാളിക്കാവ് പൂരം ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഉത്സവമാണ്. അതിൻ്റെ ഗംഭീരതയോടുകൂടി തന്നെ പൂരത്തിൻ്റെ ആഘോഷ പരിപാടികൾ 3 വിഭാഗവും വളരെ സജീവമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സുഗമമായി നടത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെയും നമ്മുടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഏകോപനവും അതുപോലെ തന്നെ സഹകരണവും ഉറപ്പുവരുത്തുക, മുൻകൈ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ മീറ്റിംഗ് കൊണ്ട് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം വ്യത്യസ്ത സമയങ്ങളിൽ ഒരുപക്ഷെ ഈ ആഘോഷത്തിൻ്റെ ആ ഒരു ഗൗരവത്തിൽ തന്നെ ആ കാര്യങ്ങളെ പുതുതായി വന്ന പല ഉദ്യോഗസ്ഥന്മാർക്കും ആ രീതിയിൽ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അത് ഒരു അവബോധം ഉണ്ടാക്കുകയും. ഫെബ്രുവരി 24-ന് ഉത്രാളിക്കാവ് പൂരത്തിന് നാടൊരുങ്ങുമ്പോൾ സുരക്ഷയ്ക്കാണ് പ്രധാന പരിഗണന നൽകുന്നത്. പൂരത്തിന് എത്തുന്ന ആനകൾക്ക് കൃത്യസമയത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു. വെടിക്കെട്ട് സമയത്ത് സുരക്ഷ ഉറപ്പാക്കാൻ അകമല മുതൽ വടക്കാഞ്ചേരി വരെ ട്രെയിനുകൾ വേഗത കുറച്ച് സൈറൺ മുഴക്കി കടന്നുപോകാൻ റെയിൽവേക്കും കത്ത് നൽകുവാനും തീരുമാനമായി. പൂരം ദിവസം ഗതാഗത തടസ്സം ഒഴിവാക്കാൻ പോലീസും വൈദ്യുതി തടസ്സം ഇല്ലാതിരിക്കുവാൻ KSEBയും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ വാട്ടർ അതോറിറ്റിയും സജ്ജമാക്കണമെന്ന് യോഗാധ്യക്ഷൻ നിർദ്ദേശിച്ചു. വെടിക്കെട്ട് ദിവസങ്ങളിൽ അകമല മുതൽ വടക്കാഞ്ചേരി വരെയുള്ള പാതയിൽ തീവണ്ടികൾ വേഗത കുറച്ച് സൈറൺ മുഴക്കി കടന്നു പോകാൻ റെയിൽവേക്ക് കത്ത് നൽകാൻ റവന്യൂ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. റോഡിലെ അറ്റകുറ്റപ്പണികൾ പൂരത്തിന് മുൻപായി തീർക്കാൻ PWD വിഭാഗത്തിനും ക്ഷേത്ര പരിസരം ലഹരി വിമുക്തമായി നിലനിർത്താൻ പോലീസ്, എക്സൈസ് വിഭാഗത്തോടും ആവശ്യപ്പെട്ടു. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് പൂരം നടത്തുന്നതിന് ശുചിത്വ മിഷന്റെയും നഗരസഭയുടെയും സഹായം ഉണ്ടാകുമെന്ന് നഗരസഭ അധ്യക്ഷ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KP മദനൻ, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ, ദേശകമ്മിറ്റി ഭാരവാഹികളായ CA ശങ്കരൻകുട്ടി, സുരേഷ് കുമാർ, AK സതീഷ് കുമാർ, കുന്നംകുളം ACP CR സന്തോഷ് കുമാർ, വിവിധ വകുപ്പ് മേധാവികളും പൂരക്കമ്മിറ്റി ഭാരവാഹികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. നിലവിലെ സർക്കാർ ഉത്തരവുകൾ പാലിച്ചുകൊണ്ട് പൂരം ഭംഗിയായി നടത്താൻ എല്ലാ കമ്മിറ്റികളും സഹകരിക്കണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. വിവിധ ഉദ്യോഗസ്ഥന്മാർക്ക് വിവിധ രീതിയിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും. ചില ഉദ്യോഗസ്ഥന്മാർക്ക് വെടിക്കെട്ടിനോട് ദേഷ്യമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ചില ആനകളെ ദേഷ്യമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ചില ഉദ്യോഗസ്ഥന്മാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചങ്ങലയില്ലാതെ ആന എഴുന്നള്ളിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വരെയുണ്ട്. മൂല്യം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഒരു നാടിന്റെ ഉത്സവത്തിന്റെ ശോഭ നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. ജനപ്രതിനിധികളും ഞങ്ങളും കൂടി നടത്തുന്ന ഒരു ഉത്സവമാണ്. അതിന്റെ കൂടെ ഉദ്യോഗസ്ഥന്മാർ കൂടി ചേരുമ്പോഴാണ് 2025 പൂരം എങ്ങനെ ഭംഗിയായി പ്രൗഢിയോടുകൂടി നടന്നുവോ അതുപോലെ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിന് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും സഹകരണം